الله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال فبما أغويتني لأقعدن لهم صراطك المستقيم. وأيضا قال الله تعالى: يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാന ആദരവുകൾ നിറഞ്ഞ പ്രിയ വിശ്വാസിനികളെ, പടച്ചനാഥൻ്റെ വിധിവിലക്കുകളും അവൻ്റെ നിയമനിർദ്ദേശങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ അഖില മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് മുകളിൽ അത്യുന്നതനായ ഒരു നാഥൻ നമ്മെ സദാ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ യഥാർത്ഥ മുത്തക്കുകളായി ജീവിതം നയിച്ചു കൊള്ളണമേ എന്ന് ആദ്യമായി സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും സഗൗരവം ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഹ്ലാദത്തോടെയും ആനന്ദത്തോടെയും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഈ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയതുപോലെ പ്രയാസങ്ങളും പ്രതിസന്ധികളുമില്ലാത്ത, ടെൻഷനും വിഭ്രാന്തികളുമില്ലാത്ത അനശ്വരമായ അള്ളാഹുവിൻ്റെ സ്വർഗം നേടിയെടുക്കുന്ന വിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യൻ അനുദിനം ശാസ്ത്ര സാങ്കേതിക വിദ്യകളിൽ അറിവും നൈപുണ്യവും നേടിക്കൊണ്ടിരിക്കുന്നു. 40 വർഷങ്ങൾക്ക് മുമ്പ് വിദേശത്തിരിക്കുന്ന ഒരു പ്രവാസിയെ ബന്ധപ്പെടണമെങ്കിൽ ഒരു ലെറ്റർ എഴുതി അയച്ചിട്ട് 2-3 ആഴ്ചകൾ കാത്തിരിക്കണം. ഒരു കാലത്ത് നമ്മുടെ പ്രവാസികളായ സഹോദരന്മാർ അവരുടെ കുടുംബത്തിൻ്റെ സന്തോഷങ്ങളും സങ്കടങ്ങളുമൊക്കെ പഴയ കാലത്തുണ്ടായിരുന്ന ഒരു ടേപ്പ് റെക്കോർഡറിൽ റെക്കോർഡ് ചെയ്ത് തൻ്റെ ഇണക്ക് കൊടുത്തുവിടാറുണ്ടായിരുന്ന ഒരു കാലം. അവിടെ നിന്ന് മാറി നമ്മുടെ കാലം എത്രത്തോളം പുരോഗമിച്ചു എന്നാൽ നമ്മുടെ പോക്കറ്റിലുള്ള ഒരു സ്മാർട്ട് ഫോൺ 5000-6000 കിലോമീറ്ററുകൾക്കകലെയുള്ള നമ്മുടെ സുഹൃത്തുക്കളുമായി, നമ്മുടെ ബിസിനസ് സ്ഥാപനങ്ങളുമായി നമ്മൾ എപ്രകാരം തൊട്ടുരുമി ബന്ധപ്പെട്ട് സംസാരിക്കാൻ കഴിയുന്നുവോ അതിനേക്കാൾ ഉപരി നമുക്ക് ആശയവിനിമയം നടത്താൻ കഴിയുന്നു. ഇത്രത്തോളം ശാസ്ത്ര സാങ്കേതിക വിദ്യകളിൽ അഭിരമിക്കുന്ന ഈ മനുഷ്യർ, നമുക്കൊക്കെയും അറിയാം, 2020 അവസാനത്തോടുകൂടി ചൈനയിലെ വുഹാനിൽ മനുഷ്യന്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ദർശിക്കാൻ കഴിയാതിരുന്ന ഒരു വൈറസ്, ആ വൈറസിന്റെ പിന്നിൽ മനുഷ്യരുടെ സർവശാസ്ത്ര സാങ്കേതിക വിദ്യകളും മുട്ടുമടക്കുന്നതാണ്. അവിടെ മനുഷ്യരുടെ നിസ്സഹായത ബോധ്യപ്പെടുകയാണ്. 60 ലക്ഷത്തോളം മനുഷ്യർ അല്ലാഹുവിൻ്റെ പരലോകത്തേക്ക് പറന്നു നീങ്ങുകയുണ്ടായി. പ്രിയമുള്ളവരെ, ഈ പ്രകൃതിയിൽ നിരവധി വൈറസുകൾ നമ്മുടെ ജീവനും നമ്മുടെ ജീവിതത്തിനും ഭീഷണിയാകുന്നുവെങ്കിൽ, ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം, നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തൊരു വൈറസ്, ഈ ദുനിയാവിൻ്റെ വൈറസുകൾ ചുരുക്കത്തിൽ നമ്മുടെ ഭൗതികമായ ജീവിതം മാത്രമാണ് നഷ്ടപ്പെട്ടു പോകുന്നതെങ്കിൽ, ഒരു വിശ്വാസിയാണെങ്കിൽ നാളെ പരലോകത്ത് രക്തസാക്ഷിത്വത്തിന്റെ മഹിതമായ ഉന്നതമായ ഒരു പദവിയിലേക്ക് അയാൾ എത്തിച്ചേരും. എന്നാൽ പ്രിയമുള്ളവരെ,
നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ഒരു വൈറസ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ മാനവരാശിയെ വളരെയധികം ഗൗരവത്തോടുകൂടി നമ്മുടെ സർവ്വ ജീവിതത്തെയും നശിപ്പിച്ചു കളയുന്ന, സർവ്വ ആത്മീയതയും പരലോക ചിന്തയും നശിപ്പിച്ചു കളയുന്ന ആ പൈശാചികമായ വൈറസിനെ കുറിച്ച് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിച്ചത്, യാ ബനീ ആദം, ഓ മനുഷ്യരെ, മുസ്ലിമീങ്ങളെ എന്നല്ല അവിടെ അള്ളാഹു വിളിച്ചത്, അല്ലയോ മനുഷ്യരെ, ലാ യഫ്തിനന്നകുമുശ് ശൈത്താൻ, പിശാച് നിങ്ങളെ നാശത്തിൽ അകപ്പെടുത്താതിരിക്കട്ടെ. കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന, നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരായ ആദമിനെയും ഹവ്വയെയും അള്ളാഹുവിന്റെ അനശ്വരമായ സ്വർഗത്തിൽ നിന്ന് അവരുടെ ജീവിതം നഷ്ടപ്പെടുത്തി അവരെ വഴിപിഴപ്പിച്ചവനായ പിശാച് നാം ഓരോരുത്തരെയും വഴിപിഴപ്പിക്കാതിരിക്കട്ടെ എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മൾ വയനാടൻ ചുരങ്ങളിലൂടെ യാത്ര പോകാൻ വേണ്ടി പോകുമ്പോ നിയമപാലകർ തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ പോകുന്ന ഈ വഴിയിൽ വന്യമൃഗങ്ങൾ കടന്നു വന്നിട്ടുണ്ട് എന്നറിയുന്നുണ്ട്, നിങ്ങൾ മറ്റൊരു വഴിയിലൂടെ യാത്ര ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഹിംസ്ര ജന്തുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം. പ്രിയമുള്ളവരെ, നമ്മെ കൊല്ലാൻ വരുന്നവരെയും നമ്മെ ഉപദ്രവിക്കാൻ വരുന്നവരെയും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ നമ്മുടെ ജീവിതത്തിന്റെ സർവധാർമ്മികതകളും നഷ്ടപ്പെടുത്തി ചെറിയ ചെറിയ രൂപത്തിൽ നമ്മളുടെ ഉള്ളിലേക്ക് കടന്നു വന്നിട്ട് നമ്മെ മുച്ചൂടം നശിപ്പിച്ചു കളയുന്ന ആ പിശാചിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കണ്ണുകൊണ്ട് അവയെ ദർശിക്കാൻ സാധ്യമല്ല. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇന്നഹു യറാകും ഹുവ വഖബീലുഹു, തീർച്ചയായും അവനും അവന്റെ കൂട്ടാളികളും നിങ്ങളെ കാണുന്നുണ്ട്. മിൻ ഹൈസു ലാ തറൗനഹും, നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത രൂപത്തിൽ. നമ്മുടെ ബലഹീനതകൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ തൗഹീദിന്റെ ഉള്ളിലേക്ക് കടന്നു വന്നിട്ട് അവിടെ ഛിദ്രതയുണ്ടാക്കി അയാളെ നശിപ്പിക്കാൻ ശ്രമിക്കും. അല്ല, അവിടെ ദൃഢമായ ഒരു ബോധ്യമുണ്ട് എന്ന് കാണുമ്പോ അയാൾ കുത്തഴിഞ്ഞ ലൈംഗിക ചിന്തകളിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കും. അങ്ങനെ പലതിലേക്കും പിശാച് നമ്മളെ കൊണ്ടെത്തിക്കും. ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വലിയ വര വരച്ചിട്ട് ആ വരകൾക്കിടയിൽ ഒരു ചെറിയ ചെറിയ വരകൾ പ്രവാചകൻ വരച്ചു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇതാണ് നേരായ മാർഗം. ഇതിനിടയിൽ കാണുന്ന ചെറിയ ചെറിയ വഴികളുണ്ടല്ലോ, ആ മാർഗങ്ങൾ പിശാചിന്റെ വഴിയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ തൗഹീദിൽ നിന്ന് നമ്മെ അടർത്തി മാറ്റാൻ ശ്രമിക്കും. അവിടെ നിന്ന് രക്ഷയില്ല എന്ന് കാണുമ്പോ നമ്മുടെ നാവ് കൊണ്ട് പല മനുഷ്യരെയും വ്യഭിചാരികളാണ്, മാന്യരായ സ്ത്രീകളെ കുറിച്ച് അവർ വേശ്യകളാണ്, മാന്യന്മാരായ മനുഷ്യരെ കുറിച്ച് മോശമായ ചിന്താഗതികൾ തൗഹീദിൽ പിടിവീടില്ല എന്ന് കാണുമ്പോ പിശാച് നമ്മുടെ നാവ് കൊണ്ട്. മൂന്നാമതായിട്ട് അവിടെയും പിടിവിട്ടില്ല എന്ന് കണ്ടാൽ ഞാൻ ആരോ ആണ് എന്നുള്ള ഒരു ധാരണ നമുക്കൊക്കെയും ഉണ്ടാകും. സമ്പത്തിന്റെ പേരിൽ, സൗന്ദര്യത്തിന്റെ പേരിൽ, അറിവിന്റെ പേരിൽ നമ്മുടെ ഉള്ളിൽ ഒരു ചില ജാടകളും ചില മഹത്വങ്ങളും ഒക്കെ ഒരു പുകഴ്ത്തൽ പോലെ നമ്മുടെ ഉള്ളിലേക്ക് കടത്തി തരും. അവിടെയും പിടിവീഴുന്നില്ല എന്ന് കണ്ടാൽ സമ്പത്തിനെ കുറിച്ചുള്ള ഏതു വിധേനയും ഇവിടെ കുറച്ച് ധനം വാരിക്കൂട്ടി എനിക്ക് പേരും പ്രശസ്തിയും നേടണമെന്ന ഒരു ചിന്താഗതിയിലേക്ക് നമ്മുടെ മനസ്സിനെ തളച്ചിടും. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞത്, മനുഷ്യരെ, യാ ബനീ ആദം, അല്ലയോ മനുഷ്യരെ, ലാ യഫ്തിനന്നകുമുശ് ശൈത്താൻ, പിശാച് നിങ്ങളെ നാശത്തിൽ അകപ്പെടുത്താതിരിക്കട്ടെ. പിശാച് നിങ്ങളെ നരകാഗ്നിയിലേക്ക് കൊണ്ടെത്തിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാതിരിക്കട്ടെ. വിശുദ്ധ ഖുർആൻ നമുക്ക് പരിശോധിക്കുമ്പോ മിനൽ ജിന്നതി വന്നാസ്, രണ്ട് രൂപത്തിലുള്ള ഉപദ്രവങ്ങളാണ് നമുക്കുണ്ടാകുന്നത്. ഒന്നാമത്തെ ഉപദ്രവം
അഭൗതികമായ ദുശക്തികളായ പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങളാണ് നമുക്കുണ്ടാകുന്നത്. മറ്റൊന്ന്, നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന മനുഷ്യ പിശാചുക്കൾ. ഈ രണ്ട് രൂപത്തിലുള്ള ഉപദ്രവങ്ങളാണ് വിശ്വാസികൾക്കുണ്ടാകുന്നത്. എങ്ങനെയായിരിക്കാം? ഒരു വിശ്വാസിയുടെ മനസ്സിൽ ചില രോഗങ്ങളും പ്രയാസങ്ങളും വന്നു, രക്ഷപ്പെടാൻ ഒരു ചാൻസുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. അവിടെ നിന്ന് അല്ലാഹു ആ മനുഷ്യനെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. തൗഹീദില്ലാത്ത ആ മനുഷ്യരിൽ ഏകദൈവ വിശ്വാസത്തിന്റെ ദൃഢതയും അകക്കാമ്പുമുണ്ടായി. നമസ്കാരത്തിൽ ശ്രദ്ധയുണ്ടായി. നമസ്കരിക്കുവാൻ വേണ്ടി പ്രഭാതത്തിൽ 2 കിലോമീറ്ററുകൾക്കകലെ റബ്ബിനെയോട് ഒന്നിനെയും പങ്കുചേർക്കാതെ ഇബാദത്തുകളുമായി കഴിഞ്ഞ മനുഷ്യൻ ആരോഗ്യം വീണ്ടെടുത്തു കഴിഞ്ഞപ്പോ, ചിന്താഗതികളും സമ്പത്തും സൗന്ദര്യവും അറിവും വിവേകവും ഒക്കെ വന്നു കഴിഞ്ഞപ്പോ, കൃത്യമായി തഹജ്ജുദ് അനുസരിച്ചിരുന്ന് നമസ്കരിച്ചു കൊണ്ടിരുന്ന മനുഷ്യൻ രാത്രി കാലങ്ങളിൽ 12-1 മണി വരെയും മൊബൈലിലും അതുപോലെ സാമൂഹ്യ മാധ്യമങ്ങളിലുമായി ക്രമേണ അയാളുടെ തഹജ്ജുദ് നമസ്കാരം നഷ്ടപ്പെട്ടു, സുബഹി നമസ്കാരം നഷ്ടപ്പെട്ടു. കൃത്യമായി ജമാഅത്തിൽ എത്തിക്കൊണ്ടിരുന്ന ആ കുടുംബത്തിന്റെ കുടുംബനാഥൻ അല്ലെങ്കിൽ ആ ഉമ്മ, ആ കുടുംബത്തിലെ മക്കൾ നമസ്കാരമില്ലാത്തവരായി. നാം ഒന്ന് ചിന്തിച്ചു നോക്കുക, ഇത്തരം ഒരു അനുഭവം നമുക്കുണ്ടോ? നമ്മൾ അല്ലാഹുവിന്റെ മുന്നിൽ നമസ്കരിക്കുവാൻ വേണ്ടി പ്രിയമുള്ളവരെ നാം കൈകെട്ടി നിന്ന് നമസ്കരിച്ചു. നമസ്കാരത്തിൽ നാം പറഞ്ഞു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവലോക രക്ഷിതാവായ അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും. പ്രിയമുള്ളവരെ, ഈ ഹംദ് വന്നത്, ഈ അൽഹംദുലില്ലാ വന്നത് വെറും നാവിൻ തുമ്പിലൂടെയാണോ? നമ്മൾ നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി നിന്നിട്ട് നാം പണി കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബിൽഡിങ്ങിനെ കുറിച്ചാണോ? നമ്മുടെ ഓഫീസിൽ കെട്ടിക്കിടക്കുന്ന ഫയലുകളെ കുറിച്ചാണോ? ഒരു ഓട്ടോറിക്ഷക്കാരൻ, ആ റിക്ഷക്കാരൻ ചിന്തിക്കുന്നത് വൈകുന്നേരം ഞാൻ എൻ്റെ മുതലാളിക്ക് 500 രൂപ കൊണ്ട് തികക്കാൻ ഇനിയും 200 രൂപ ഞാൻ തികക്കേണ്ടതുണ്ട് എന്നതിനെ കുറിച്ചാണോ? യാന്ത്രികമായി പ്രിയമുള്ളവരെ ഒരു നമസ്കാരത്തിലേക്ക് പോകുന്നു. നമസ്കാരത്തിന്റെ അകക്കാമ്പായ ആ സൂക്ഷ്മതയും ഞാൻ എൻ്റെ റബ്ബിന്റെ മുന്നിലാണെന്നുള്ള ബോധ്യവും ഹൃദയം അറിഞ്ഞുകൊണ്ടുള്ള ഒരുപാട് മനുഷ്യര ദുരന്തങ്ങളിലും പ്രയാസങ്ങളിലും പെടുമ്പോ ഗസ്സയിലെ ഏകദേശം വരുന്ന 20 ലക്ഷത്തോളം വരുന്ന വിശ്വാസികൾ ഭവനരഹിതരായി വല്ലാത്ത പ്രതിസന്ധികളിൽ പെടുമ്പോ വളരെ നിർഭയത്വത്തോടു കൂടി എന്നെ ജീവിപ്പിക്കുന്ന അല്ലാഹുവേ അൽഹംദുലില്ലാ, ഹൃദയം കൊണ്ട് നമുക്ക് അൽഹംദുലില്ലാ എന്ന് പറയാൻ കഴിയുന്നുണ്ടോ? ഇന്ന് നാം ഇവിടെ നമസ്കരിച്ചപ്പോ എന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക്, എന്റെ മജ്ജയിലും എന്റെ രക്തം സഞ്ചരിക്കുന്ന ഭാഗങ്ങളിലൊക്കെയും ആ പൈശാചികമായ ദുർബോധനം കടന്നു വന്നിട്ടുണ്ടോ? നാം ചിന്തിക്കണം പ്രിയമുള്ളവരെ. രണ്ടാമത്തെ ഉപദ്രവം വന്നാസ്, മനുഷ്യരിൽ നിന്നുള്ള ഉപദ്രവമാണ്. എങ്ങനെയാണ് മനുഷ്യരിൽ നിന്നുള്ള ഉപദ്രവം ഉണ്ടാകുന്നത്? തൗഹീദിന്റെ അടിത്തറയിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ ബിസിനസ്സുകൾ തകർന്നു, തന്റെ ഉപജീവന മാർഗങ്ങൾ ഓരോന്നോരോന്നായി തടഞ്ഞു. ആ സമയത്താണ് തന്റെ സുഹൃത്ത് കടന്നു വന്നുകൊണ്ട് പറയുന്നത്, നീ തൗഹീദിലായിട്ടും നിന്റെ സ്ഥാപനങ്ങളും ഒക്കെ തകർന്നു. പക്ഷേ നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ, നിന്നെ ഉന്നതിയിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള ഒരുപാട് തങ്ങന്മാരും പുരോഹിതന്മാരുമുണ്ട്. അവർക്ക് ചില പൊടിക്കൈകളുണ്ട്. അത്തരം കാര്യങ്ങൾ നീ ഉപയോഗിച്ചാൽ, അത്തരം കാര്യങ്ങളിൽ നീ വിശ്വസിച്ചാൽ നിനക്ക് ഇനി ഉണരാനും ഉയരാനും കഴിയുമെന്ന് ഉത്ബോധിപ്പിച്ചുകൊണ്ട് പൈശാചികമായ ഉപദ്രവങ്ങൾ, മനുഷ്യരിൽ നിന്നുള്ള അത്തരം ഉപദേശങ്ങൾക്ക് വഴങ്ങിപ്പോകുന്ന മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, ഒരു സാധുവായ ഒരു മനുഷ്യൻ, അയാൾക്ക് കിടക്കാൻ വേണ്ടി ഒരു 700-800 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് പണിയാൻ അയാൾ തീരുമാനിച്ചു. നോക്കുമ്പോ 10 സെന്റ് സ്ഥലമുണ്ട്, കൈവശം 10-20 ലക്ഷം രൂപയുണ്ട്, ഒരു 2 ബെഡ്റൂമും ഒരു ചെറിയ ഹാളും ഒരു ചെറിയ അടുക്കളയുമായിരുന്നു. പക്ഷേ കുടുംബത്തിന്റെ ഓരോ സുഹൃത്തുക്കൾ കടന്നു വന്നിട്ട്, നീ ഇതിനെ ഇരുനിലയാക്കിയാൽ, ഇതിനു വേണ്ടുന്നുള്ള സംവിധാനങ്ങൾ ഒരുക്കിയാൽ നിന്റെ ഭാവിയിൽ നിനക്ക് വലിയൊരു മുതൽ മുടക്കാണ്. അല്ലാഹു ഹറാമാക്കിയ
ലോണിലൂടെ നിനക്കൊരു 20-25 ലക്ഷം രൂപ നീ ലോൺ എടുത്താൽ നിനക്കൊരു നല്ല ഭവനം അവിടെ പണിയാം. ഒരു 10-20 വർഷം കൊണ്ട് നീ ആ ലോൺ അങ്ങ് അടച്ചു തീർത്താൽ മതി എന്ന് ഒരു സുഹൃത്തു നമ്മെ ഉപദേശിക്കുമ്പോ ആ ഉപദേശം കേട്ട് നമ്മുടെ വീടിന്റെ ആധാരവുമായി നമ്മുടെ ആത്മീയതയും നമ്മുടെ തൗഹീദും നമ്മുടെ ആദർശവും പണയം വെച്ചുകൊണ്ട് ബാങ്കുകാരന്റെ മുന്നിൽ നാം നമ്മുടെ സർവ്വ ആത്മീയതയും തകർത്തെറിഞ്ഞുകൊണ്ട് റബ്ബിനോട് യുദ്ധം പ്രഖ്യാപിക്കുമ്പോ, വർഷങ്ങൾ കഴിയുമ്പോ, ജോലി നഷ്ടപ്പെട്ടു പോകുമ്പോ, ആരോഗ്യം നഷ്ടപ്പെട്ടു പോകുമ്പോ, ബാങ്കുകാരൻ നമ്മളെ വീട്ടിൽ നിന്ന് ജപ്തി ചെയ്ത് പുറത്തേക്ക് ആക്കുമ്പോ പലരും അങ്ങനെ, പ്രിയമുള്ളവരെ, കോവിഡാനന്തരം നിരവധി കച്ചവടക്കാർ ഇന്ന് പുറത്തായിട്ടുണ്ട്, അവരുടെ ഭവനങ്ങളിൽ നിന്ന് പുറത്തായിട്ടുണ്ട്. അതിനൊക്കെയും കാരണം, പ്രിയമുള്ളവരെ, പിശാചുക്കൾ എന്ന് പറയുമ്പോൾ മനുഷ്യരിൽ നിന്നുള്ള ഉപദ്രവകാരികളായ മനുഷ്യരുമുണ്ട്. അതുപോലെ ജിന്നുകളിൽ നിന്ന്, പിശാചുക്കളിൽ നിന്നുള്ള ഇത്തരം ഉപദേശ നിർദ്ദേശങ്ങളുമായി നാം മുൻപോട്ട് പോയപ്പോ, പ്രിയമുള്ളവരെ, നാം തകർന്ന് താഴേക്ക് പോയി. ഒരു വിശ്വാസിക്കൊരു നിലപാടുണ്ടാകണം. ഞാൻ പട്ടിണി കിടക്കേണ്ടി വന്നാലും, രോഗിയായി മരിക്കേണ്ടി വന്നാലും റബ്ബല്ലാത്തതിനോട് ഞാൻ പ്രാർത്ഥിക്കുകയില്ല. ഇന്നത്തെ പുരോഹിതന്മാർ ഇളക്കി വിടുന്ന മായാവി കഥകളിലും മന്ത്രങ്ങളിലും തന്ത്രങ്ങളിലും ഞാൻ എൻ്റെ ആദർശം പണയം വെക്കുകയില്ല. ഒരു ദൃഢമായ ഒരു തീരുമാനം ഒരു വിശ്വാസിക്കുണ്ടാകണം. അല്ല എങ്കിൽ, പ്രിയമുള്ളവരെ, ശപിക്കപ്പെട്ടവനായ പിശാച് റബ്ബിന്റെ മുന്നിൽ പറഞ്ഞത്, ഖാല ഫബിമാ അഗ്വൈതനി, റബ്ബിന്റെ മുന്നിൽ ശപിക്കപ്പെട്ടവനായ പിശാച് പടച്ചവന്റെ മുന്നിൽ പറഞ്ഞതാണ്, പടച്ചവനെ, അന്ത്യനാൾ വരെ ജീവിക്കാനുള്ള ഒരു സാവകാശം നീ എനിക്ക് തരണേ എന്ന് പിശാച് അല്ലാഹുവിനോട് പറഞ്ഞപ്പോ റബ്ബ് അതിനുള്ള അവസരം കൊടുത്തു. എൻ്റെ അടിമകളെ പരിശോധിക്കാൻ, എൻ്റെ അടിമകളെ പരിശോധിച്ചിട്ട് താൽക്കാലികമായി ഈ ജീവിതത്തിൽ പൈശാചിക പ്രലോഭനങ്ങളെ അതിജീവിക്കുന്നവർക്ക് അനശ്വരമായ ഒരു സ്വർഗം സംവിധാനിച്ച അല്ലാഹു അവന്റെ പടപ്പുകളെ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട്. എന്നാൽ ആ പിശാച് തിരിച്ച് റബ്ബിനോട് പറഞ്ഞത്, ഖാല ഫബിമാ അഗ്വൈതനി ലഅഖഉദന്ന ലഹും സിറാതകൽ മുസ്തഖീം. റബ്ബിനോട് പിശാച് തിരിച്ചു പറഞ്ഞത്, ഖാല ഫബിമാ അഗ്വൈതനി, നീ എന്നെ വഴിപിഴപ്പിച്ച കാരണത്താൽ, നീ എന്നെ നേരിന്റെ മാർഗത്തിൽ നിന്ന് വഴിപിഴപ്പിച്ച കാരണത്താൽ, ഖാല ഫബിമാ അഗ്വൈതനി ലഅഖഉദന്ന ലഹും സിറാതകൽ മുസ്തഖീം, നിന്റെ വിശ്വാസികളായ ദാസന്മാർ, നിന്റെ മുഅ്മിനീങ്ങളായ മുവഹ്ഹിദുകളായ മനുഷ്യർ, അവരുടെ നന്മകളുടെ വഴികളിലേക്ക് ഞാൻ അവരെ പതിയിരിക്കും. ഏതെല്ലാം മാർഗത്തിൽ അവരെ ആത്മീയതയിൽ നിന്ന്, തൗഹീദിൽ നിന്ന്, ആദർശത്തിൽ നിന്ന് എപ്രകാരം പിന്തിരിക്കുവാൻ കഴിയുമോ അപ്രകാരം ഞാൻ പിന്തിരിക്കുമെന്ന്, അവരെ നാം സർവധാർമ്മികതയിൽ നിന്നും അധാർമികതയിലേക്ക് കൊണ്ടുപോകുമെന്ന് പിശാച് റബ്ബിനോട് പറയുകയാണ്. വീണ്ടും അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, സുമ്മ ലആതിയന്നഹും മിൻ ബൈനി ഐദീഹിം, പിന്നീട് ആ പിശാച് നിങ്ങളുടെ മുന്നിലൂടെ കടന്നു വരും. അവിടെ പിടിവീടുന്നില്ല എന്ന് കാണുമ്പോൾ വീണ്ടും ഒമിൻ ഖൽഫിഹിം, അവരുടെ പിന്നിലൂടെയും, വഅൻ ഐമാനിഹിം, അവരുടെ വലതുഭാഗത്തുകൂടെയും, വഅൻ ശമാഇലിഹിം, അവരുടെ ഇടതുഭാഗത്തുകൂടെയും അവരുടെ അടുക്കലേക്ക് കടന്നു ചെല്ലും. ചിലപ്പോൾ സൂക്ഷ്മതയുള്ള മനുഷ്യനായിരിക്കും, തൗഹീദുള്ള മനുഷ്യനായിരിക്കും, പക്ഷേ നാവിനെ കൺട്രോൾ ചെയ്യില്ല. കുടുംബത്തിൽ സർവത്ര ഫിത്നയും ഉണ്ടാക്കും. സഹോദര്യ ബന്ധം, കുടുംബ ബന്ധം വലിച്ച് പിച്ച് ചീന്തും. മഹല്ലുകളിൽ ഫിത്നയും ഫസാദും കുഴപ്പങ്ങളും ഉണ്ടാകും. യോജിച്ചു പോകുന്ന ഒരു മഹല്ലിൽ അനൈക്യത്തിന്റെ വിഷവിത്തുകൾ പാവും. കാരണം ഉള്ളിൽ അല്ലാഹുവിനെ കുറിച്ച് ബോധ്യമുണ്ട് എങ്കിലും പിശാച് പല കെണികളിൽ നമ്മെ പിടിക്കാൻ ശ്രമിക്കും. ഇതാണ് അല്ലാഹു പറഞ്ഞത്, പിശാചിന്റെ ആ സഞ്ചാരത്തെ കുറിച്ച്, സുമ്മ ലആതിഅന്നഹും മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം വഅൻ ഐമാനിഹിം വഅൻ ശമാഇലിഹിം, മുന്നിലൂടെയും പിന്നിലൂടെയും വലതുഭാഗത്തുകൂടെയും ഇടതുഭാഗത്തുകൂടെയും ഞാൻ നിന്റെ പടപ്പുകളുടെ അടുക്കലേക്ക് ചെല്ലും. വലാ തജിദു അക്സറഹും ശാകിരീൻ, നിന്റെ പടപ്പുകളിൽ നിന്ന് അധിക മനുഷ്യരെയും ശുക്റുള്ളവരായി, ഹൃദയം നിറയെ ഒരു അൽഹംദുലില്ലാ പറയുന്നവരായി,
നമസ്കാരത്തിൽ വന്ന് സുജൂദിലും റുകൂഇലും റബ്ബിന് മുഴുവൻ സമർപ്പിക്കുമ്പോൾ സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗഫിർ ലി എന്ന് നാവ് കൊണ്ട് പറയും. പക്ഷേ ഹൃദയത്തിന്റെ ഉള്ളിലെ സ്നേഹവും വിശ്വാസവും ഇല്ലാതെ കേവലം ഒരു നാവ് കൊണ്ട് മാത്രം പറയുന്ന വെറും ഒരു രൂപത്തിലേക്ക് അവരെ നാം മാറ്റിയെടുക്കും. അതാണ് അല്ലാഹുവിനോട് പിശാച് പറഞ്ഞത്, നിന്റെ പടപ്പുകളിൽ നിന്ന് മുഴുവൻ തുറച്ചുച്ചമായ മനുഷ്യരൊഴികെ ആ ബാക്കിയുള്ള മനുഷ്യരെയൊക്കെയും ഞാൻ നിനക്ക് ശുക്റുള്ളവരായി, നന്ദിയുള്ളവരായി എത്തിക്കുകയില്ല. ഇവിടെയൊക്കെ നാം ചിന്തിക്കേണ്ടത്, ഇവിടെയൊക്കെ നാം ആലോചിക്കേണ്ടത്, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ എൻ്റെ പടപ്പുകളിൽ നിന്നൊരാളും, എൻ്റെ സൃഷ്ടികൾ, എൻ്റെ മുഅ്മിനീങ്ങളായ വിശ്വാസികളിൽ ഒരാളും ആ പിശാചിന്റെ കരവലയങ്ങളിൽ പെട്ടുപോകരുത് എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ആഗ്രഹിക്കുന്നത്. ഇത് പിശാച് റബ്ബിനോട് പറയുമ്പോ റബ്ബ് സുബ്ഹാനഹു വ തആല തിരിച്ചു പറയുന്നത് ഖാല ഖുർജു മിൻഹാ മദ്ഊമൻ മദ്ഹൂറാ. ശൈത്താനോട് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത് ഖാല ഖുർജു മിൻഹാ മദ്ഊമൻ മദ്ഹൂറാ, നിന്ദനായും അപമാനിതനായി കൊണ്ടും നീ ഇവിടെ നിന്നും പുറത്തേക്ക് പോവുക. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, വീണ്ടും പറയുകയാണ്, ലമൻ തബിഅക മിൻഹും ലഅംലഅന്ന ജഹന്നമ മിൻകും അജ്മഈൻ, നിന്നെയും നിന്നെ പിൻപറ്റുന്ന സർവ്വ മനുഷ്യരെയും കൊണ്ട് ഈ നരകാഗ്നിയെ നാം നിറയ്ക്കുക തന്നെ ചെയ്യും. പ്രിയമുള്ളവരെ, ഈ വാചകം നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു ഗർജനമായിട്ടുണ്ടാകണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് പിശാചിന്റെ സർവ്വ ദുർബോധനങ്ങളെ കുറിച്ചും സർവ്വ ചതികളെ കുറിച്ചും സർവ്വ വഞ്ചനകളെ കുറിച്ചും റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ട് അവസാനം പറഞ്ഞത് നിന്നെയും അതുപോലെ നിന്നെ പിൻപറ്റി നിന്റെ മാർഗം സ്വീകരിക്കുന്നവരെയും കൊണ്ട് ലഅംലഅന്ന ജഹന്നമ മിൻഹും അജ്മഈൻ, നരകം നിറക്കുക തന്നെ ചെയ്യും. നഊസു ബില്ലാഹ്, അല്ലാഹു നമ്മെ കാത്തു സംരക്ഷിക്കട്ടെ. ഈ ചൂടുള്ള പകലുകളിൽ, തിരക്കുള്ള ഈ സമയത്ത് അല്ലാഹുവിന്റെ മസ്ജിദിൽ നാം ഒരുമിച്ച് കൂടിയത് നാളെ റബ്ബിന്റെ സ്വർഗം മോഹിച്ചുകൊണ്ടാണ്. മരണാനന്തരം സന്തോഷകരമായ ഒരു യാത്രയായപ്പോൾ നമുക്കുണ്ടാകണം. അതാണ് നമ്മുടെ മനസ്സിൽ നാം ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കേണ്ടത് മനുഷ്യന്റെ ആജീവാനന്ദ ശത്രു പിശാചാണ്, ശൈത്താനാണ്, മനുഷ്യരല്ല, മറ്റ് സമുദായ അംഗങ്ങളല്ല. ഏറ്റവും വലിയ മനുഷ്യരുടെ ആജീവാനന്ദ ശത്രു ശപിക്കപ്പെട്ടവനായ പിശാചാണ്. അതുകൊണ്ടാണ് ഹജ്ജിലേക്ക് പോകുമ്പോ ഹജ്ജിന്റെ കർമ്മങ്ങളിൽ ഒരു കർമ്മമാണ് ജംറകളിൽ കല്ലെറിയുക എന്നുള്ളത്. നാം അതിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, ഹജ്ജിന് പോകുന്ന ഹജ്ജാജിമാര് ഒരു സ്തൂപത്തിലേക്ക് പോയിട്ട് ഇത്ര കല്ലുകൾ കൊണ്ട് ആ കല്ലുകൾ വലിച്ചെറിയുന്നത് എൻ്റെ ഉള്ളിലെ സർവ്വ പൈശാചികതകളെയും സർവ്വ തിന്മകളെയും ഞാനിതാ വലിച്ചെറിഞ്ഞുകൊണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, മഖബൂലും മബ്രൂറുമായ ഒരു ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വരുന്ന ഒരു ദുയൂഫുർ റഹ്മാൻ, ഒരു ഹാജി നവജാത ശിശുവിന്റെ വിശുദ്ധിയോടുകൂടിയാണ്. അഥവാ മനുഷ്യരെ വിശുദ്ധിയിലേക്ക് നാം നമ്മുടെ വെള്ള വസ്ത്രത്തെ അഴുക്കുകളിൽ നിന്ന് കഴുകി ഒന്ന് ശുദ്ധിയാക്കുമ്പോൾ അതിൻ്റെ വെണ്മ നമ്മുടെ കണ്ണിന് കുളിർമ നൽകും. അള്ളാഹുവിന്റെ വിശ്വാസികളായ അടിമകളെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞു, വലൗലാ ഫളലുല്ലാഹി അലൈക്കും വറഹ്മ, അള്ളാഹുവിന്റെ അനുഗ്രഹവും പടച്ചവന്റെ കാരുണ്യവും നിങ്ങളിൽ ഇല്ലാതിരുന്നുവെങ്കിൽ മാ സകാ മിൻകും മിൻ അഹദിൻ അബദ, നിങ്ങളിൽ നിന്നൊരാളും വിശുദ്ധിയുടെ മാർഗത്തിലേക്ക് വരികയില്ല. നമ്മളിൽ ഒരു തെറ്റ് സംഭവിച്ചാൽ നമ്മുടെ മനസ്സ് നൊന്തുകൊണ്ട് ഇസ്തിഗ്ഫാറിനെ നാം തേടുന്നത്, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നത് നമുക്ക് നന്നാകണമെന്ന ചിന്ത നമ്മുടെ ഉള്ളിൽ ഈ ജീവിത വിശുദ്ധി ഉള്ളത് കൊണ്ടാണ്. ആ ജീവിത വിശുദ്ധി കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് 5 നേരമുള്ള നമസ്കാരം, പരിശുദ്ധ റമളാനിന്റെ 30 ദിനരാത്രങ്ങളിലെ നോമ്പ്. ഇടക്കിടക്ക് നാം തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഒക്കെ നോമ്പ് അനുഷ്ഠിക്കും. എന്തിനു വേണ്ടി? നമ്മുടെ ശരീരത്തിന്റെ ഇച്ഛകളിൽ നിന്ന്, സർവ പൈശാചികതകളിൽ നിന്നും നമ്മുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും ശുദ്ധീകരിക്കണം. പൈശാചികമായ ദുർലോഭനങ്ങൾക്ക് കടിഞ്ഞാണിടണം. നമുക്കൊരു ആത്മീയമായ ഒരു ചലനമുണ്ടാകണം.
അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു നോമ്പിലൂടെയും സകാത്തിലൂടെയും ഹജ്ജിലൂടെയും മനുഷ്യരെ ശുദ്ധീകരിക്കുന്നത്. ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ രാത്രിയിൽ ഉറങ്ങുമ്പോ പിശാച് അവന്റെ ഉറക്കത്തിനിടയിൽ 3 ബന്ധനങ്ങൾ കൊണ്ട് അവനെ ബന്ധിക്കുന്നതാണ്. 3 കെട്ടുകൾ അവന്റെ ചിന്താമണ്ഡലങ്ങളിലേക്ക് ഇടുന്നതാണ്. ഒരു വിശ്വാസിയായ ഒരു മുഅ്മിൻ നേരം വെളുത്ത പുതിയൊരു ജീവിതം നൽകി, ഒരു പുതിയ പ്രഭാതം നൽകി, ആ മനുഷ്യനെ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോ ആ മനുഷ്യന്റെ നാവിൽ നിന്ന് വരുന്നത് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. മരണത്തിനു ശേഷം ഈ പുതിയ ദിനത്തിൽ എനിക്ക് പുതിയ ജീവിതം നൽകിയ അല്ലാഹുവേ, നിനക്ക് സർവസ്തുതിയുമെന്ന് റബ്ബിന് സമർപ്പിക്കുമ്പോ അതിലൊരു കെട്ടഴിയും. പിശാച് കുറെ അകലം മാറി നിൽക്കും. വീണ്ടും ആ മനുഷ്യൻ വുളൂ ചെയ്യാൻ വേണ്ടി നല്ല തണുത്ത പ്രഭാതത്തിൽ അയാൾക്ക് വേണ്ടുന്ന പ്രാഥമികമായ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വുളൂ ചെയ്യുമ്പോ രണ്ടാമത്തെ കെട്ടുവഴിയും. പിശാച് കുറെ അകലങ്ങളിലേക്ക് മാറി നിൽക്കും. മൂന്നാമതായി കൊണ്ട് അയാൾ നമസ്കാരത്തിലേക്ക് നടന്നു കഴിയുമ്പോ, അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് ലക്ഷ്യം വെച്ച് അയാൾ നീങ്ങി കഴിയുമ്പോ, നമസ്കാരത്തിലേക്ക് വിശ്വാസികളുടെ കൂടെ അണിനിരന്നു കഴിയുമ്പോ അയാളുടെ മൂന്നാമത്തെ കെട്ടുവഴിയും. ആ ദിവസം പിശാചിന്റെ ദുഷ്പ്രേരണകളിൽ നിന്ന്, ചതികളിൽ നിന്ന്, സർവവഞ്ചനകളിൽ നിന്ന് നമുക്ക് രക്ഷയുണ്ടാകും. പ്രിയമുള്ളവരെ, പലരും നാം ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ, ഇന്നലെ ഞാൻ ഒരു നമസ്കരിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് അസറിന് കൂടുമ്പോ ഒരു നോർത്ത് ഇന്ത്യൻ സഹോദരൻ, അദ്ദേഹത്തിന്റെ കയ്യിൽ മാത്രമല്ല നൂല്, അദ്ദേഹത്തിന്റെ കാലിലും നൂലാണ്, ഉറുക്കുകളാണ്. അവരുടെ ഉള്ളിലെ വിശ്വാസം അല്ലാഹുവിലല്ല. ഈ നൂലിനെന്തോ കഴിവുണ്ട്. ഏതോ പുരോഹിതൻ ആമാശയം വീർപ്പിക്കുന്നതിനു വേണ്ടി ആശയം വിറ്റുകൊണ്ട് ഒരു നൂലോതി മന്ത്രിച്ച് ആ പാവപ്പെട്ട മനുഷ്യനിൽ നിന്ന് അയാളുടെ വിശ്വാസത്തെയും ആശയെയും കീഴ്ചയെയും ചൂഷണം ചെയ്യുന്നു. സത്യത്തിൽ ആ സഹോദരന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുമോ? പ്രിയമുള്ളവരെ, ആ സഹോദരന്റെ വിശ്വാസം സ്വീകരിക്കുമോ? നമുക്ക് ഏറ്റവും വലിയ രക്ഷ അല്ലാഹുവിനെ തിരിച്ചറിയാൻ കഴിയുക എന്നുള്ളതാണ്. അതിനോടൊപ്പം പ്രഭാത നമസ്കാരം സർവ്വത പൈശാചികതകളിൽ നിന്നും റബ്ബിന്റെ സംരക്ഷണവും കാവലും നമുക്കുണ്ടാകും. മൂന്നാമതായി പിശാചിനെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാക്കും. കുറേയധികം കാലം കൊണ്ട് ഞാൻ നമസ്കരിക്കുന്നു, ആരാധനകളൊക്കെ ചെയ്യുന്നു. എൻ്റെ സുഹൃത്തുക്കളിൽ പലരും വളരെ സുഖകരമായി സന്തോഷകരമായി ജീവിതം ആസ്വദിക്കുന്നു. മദ്യത്തിലും പെണ്ണിലും വ്യഭിചാരത്തിലും പലിശയിലും ജീവിക്കുന്നു. ഞാൻ കുറേയൊക്കെ സൂക്ഷിക്കുന്നു, കുറേയധികം അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്നു. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ സംശയങ്ങൾ ഉണ്ടാക്കും. എവിടെയാണ് അള്ളാഹു? മരണാനന്തര ലോകം എവിടെയാണ്? എവിടെയാണ് സ്വർഗം? എവിടെയാണ് നരകം? ഇത്തരം സംശയങ്ങൾ ഉണ്ടാക്കും. അറിവിൽ ബലഹീനരായതുകൊണ്ട് കേവലം ഖുർആൻ പാരായണ ഗ്രന്ഥമായി മാത്രം ഉപയോഗിക്കുന്നത് കൊണ്ട്, അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചുമുള്ള ശരിയായ വിജ്ഞാനം നമുക്കില്ലാത്തത് കൊണ്ട് നമ്മുടെ ഉള്ളിൽ ഒരുപാട് സംശയങ്ങൾ ജനിപ്പിക്കും. സംശയങ്ങൾ ജനിപ്പിക്കുക മാത്രമല്ല, പ്രിയമുള്ളവരെ, നമ്മുടെ നന്മയുടെ മാർഗത്തിൽ നിന്ന് അടർത്തി മാറ്റും. നിരന്തരം റബ്ബിനോട് പ്രാർത്ഥിക്കണം. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനായ അല്ലാഹുവേ, സബ്ബിത് ഖൽബി അലാ ദീനിക്, എൻ്റെ ഹൃദയത്തെ നീ ദീനിൽ, ഈ ഇസ്ലാമിൽ ഉറപ്പിച്ചു നിർത്തേണമേ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പള്ളിയിൽ ഇഅ്തികാഫിരിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി നമ്മുടെ ഉമ്മയായ സഫിയ്യ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ പള്ളിയിലേക്ക് കടന്നു വന്നു. ഒരു രാത്രി സമയമാണ്. വീണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പ്രിയ പത്നിയെ ആ രാത്രിയിൽ യാത്രയാക്കാൻ വേണ്ടി പള്ളിയുടെ പുറത്തേക്ക് പോകുമ്പോൾ ഇരുളാണ്.
ആ സമയം 2 സ്വഹാബികൾ പ്രവാചകനെ കണ്ടുകൊണ്ടവർ അതിവേഗത്തിൽ നടക്കുന്നു. റസൂല് പറഞ്ഞു, നിങ്ങൾ വേഗത്തിലാകണ്ട, നിങ്ങളവിടെ നിൽക്ക്, ഇതെൻ്റെ ഭാര്യയായ